ഏകോപന സമിതിയുടെ ഒരു പോരാട്ട രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിയമപരമായി എല്ലാ രേഖകളും വാങ്ങി മുഴുവൻ നികുതികളും അടച്ച് പഞ്ചായത്തിൽ നിന്നും പെർമിറ്റ് വാങ്ങി നിർമ്മിച്ചിട്ടുള്ള കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളെല്ലാം 60-ലെ നിയമവും 64-ലെ ചട്ടവും അനുസരിച്ച് പണി പൂർത്തീകരിച്ച ചെറുതും വലുതുമായ എല്ലാ നിർമ്മിതികളും ഒരൊറ്റ നിയമനിർമ്മാണം കൊണ്ട് 2023 കൊണ്ടുവന്ന ഒരു നിയമനിർമ്മാണം കൊണ്ട് ഈ കഴിഞ്ഞ മാസം 27-ാം തീയതി ക്യാബിനറ്റ് പാസ്സാക്കിയ ഒരു ചട്ട ഭേദഗതിയിലൂടെ അനധികൃതമാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 10ഉം 60ഉം 65ഉം വർഷമായി നമ്മുടെ കാരണവന്മാർ പണി കഴിപ്പിച്ച് നമ്മൾ അനുഭവിച്ചു വരുന്ന ഇടുക്കി ജില്ലയിലെ എന്നല്ല കേരളത്തിലെ എല്ലാ പട്ടയങ്ങൾക്ക് കീഴിൽ വരുന്ന സകല നിർമ്മിതികളും അനധികൃതമാണ്. അത് ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കാം. ഗവൺമെൻറ് പറഞ്ഞത് അനധികൃതമായി തന്നെ ഇരിക്കട്ടെ. അനധികൃതം ആയ ഈ നിർമ്മിതികൾ അധികൃതമാക്കുന്നതിന് വേണ്ടിയാണ്, നിയമപരമാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ നിയമവും ചട്ടവും കൊണ്ടുവരുന്നത്. അതും ഞങ്ങൾ അംഗീകരിച്ചു. അതിന് 64-ലെ ചട്ടം ഭേദഗതി ചെയ്ത് കഴിഞ്ഞ 27-ാം തീയതി ഗവൺമെൻറ് കൊണ്ടുവന്ന ഇപ്പോൾ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിട്ടിട്ടുള്ള ഈ ചട്ട ഭേദഗതി അത് ഈ അനധികൃതമായ നിർമ്മിതികളെല്ലാം നിയമപരമാക്കി മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കുന്നു എന്ന് പറഞ്ഞാൽ പോയി. അതിനെ 5 സ്ലാബുകളായി തിരിച്ച് 3000 തൊട്ട് 5000 വരെ ഫെയർ വാല്യൂവിൻ്റെ 5% പിഴ, 5000 മുതൽ 10000 വരെ ഫെയർ വാല്യൂവിൻ്റെ 10% പിഴ, 10000 സ്ക്വയർ ഫീറ്റ് മുതൽ 25000 സ്ക്വയർ ഫീറ്റ് വരെ ഫെയർ വാല്യൂവിൻ്റെ 20% പിഴ, 25000 മുതൽ 50000 സ്ക്വയർ ഫീറ്റ് വരെ ഫെയർ വാല്യൂവിൻ്റെ 40% പിഴ, 50000 സ്ക്വയർ ഫീറ്റിന് മുകളിലേക്ക് എത്രയുണ്ടെങ്കിലും കോറികൾക്ക് കൊടുത്തിട്ടുള്ള അതേ ശതമാനം 50% പിഴ. എവിടുത്തെ ന്യായം, എവിടുത്തെ നീതി? ഈ ഗവൺമെൻറ് ഉണ്ടായത് എങ്ങനെയാണ്? നമുക്ക് വേണ്ടി നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഗവൺമെൻറ് അല്ലേ? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ഭരണമല്ലേ ജനാധിപത്യം? ജനങ്ങളുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി ഇങ്ങനെ ഒരു നിയമം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചട്ടം കൊണ്ടുവന്നപ്പോൾ ഏത് ജനങ്ങളുമായി ഇവർ അഭിപ്രായം ചോദിച്ചു? സമൂഹത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗം ആളുകളുമായി, കർഷകരുമായി, വ്യാപാരികളുമായി, കെട്ടിട ഉടമകളുമായി, പ്ലാന്റർമാരുമായി, എന്തിന് ഒരു പൊതുപ്രവർത്തകരുമായും ഗവൺമെൻറ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരികയാണ്? എന്താണ് അഭിപ്രായം ചോദിക്കണ്ടേ? ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ഭരണമാണെങ്കിൽ അഭിപ്രായം ചോദിക്കേണ്ടത് എന്താ വേണ്ടത്? എങ്ങനെയൊക്കെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു? ഒരഭിപ്രായവും ചോദിക്കാതെ ഏകപക്ഷീയമായി ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ ചട്ടവും ഈ ഭേദഗതി പിൻവലിക്കണമെന്നാണ് ഏകോപന സമിതി ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഞങ്ങൾ റിട്ടയറായ 1990 മുതൽ 2012 വരെ തഹസീൽദാരായിരുന്ന റിട്ടയറായ ഒരു മനുഷ്യനോട് ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ എന്ത് കുറ്റമാണ് ചെയ്തത്? നിങ്ങൾ തന്ന പെർമിറ്റൊക്കെ അനുസരിച്ചല്ലേ കെട്ടിടം പണിത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല, പക്ഷേ എന്നാൽ പിന്നെ എന്തിനാണ് ഇത് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കൃഷിക്കും വാസഗ്രഹത്തിനും വേണ്ടി. എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് പെർമിറ്റ് കൊടുത്തത്? ഞങ്ങൾ പെർമിറ്റ് കൊടുക്കാനുള്ള കാരണം കൃഷിക്കും വാസഗ്രഹത്തിനും വേണ്ടി മാത്രം എന്ന ചട്ടത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അനുബന്ധ നിർമ്മിതികൾക്കും കൂടി എന്ന് ചേർത്തിട്ടില്ലെങ്കിലും കൃഷിക്കും വാസഗ്രഹത്തിനും വേണ്ടി മാത്രം എന്ന് പറയാത്തത് കൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർ, തഹസിൽദാർമാർ, വില്ലേജ് ഓഫീസർമാർ, പഞ്ചായത്തുകൾ ഇങ്ങനെ പെർമിറ്റ് കൊടുത്തത് എന്നാണ് ആ തഹസിൽദാർ, റിട്ടയർ ആയിട്ടുള്ള തഹസിൽദാർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ കുറ്റക്കാരാരാണ്? ഞങ്ങളാണോ? നിങ്ങളെ പ്രതിനിധിക്കുന്ന ഗവൺമെൻറ് ആണോ? ഗവൺമെൻറ്റിന് ആ കാര്യത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. 1960 മുതൽ 2016 വരെ ഒരു പ്രശ്നമില്ല. 66 വർഷക്കാലം ഈ നിയമം അനുസരിച്ച് കെട്ടിടം പണിയുന്നതിന് യാതൊരു വിഷയമില്ല. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഗവൺമെൻറ് എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ പിഴ കൊടുക്കാൻ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഫെയർ വാല്യൂ 2010-12 കൊണ്ടുവന്നു. കട്ടപ്പന ടൗണിൽ, ഞങ്ങളുടെ ജില്ലയിലെ ഒരു ചെറിയ ടൗൺഷിപ്പാണ് കട്ടപ്പന. കട്ടപ്പന ടൗണിൽ ഒരു സെൻറ്റ് സ്ഥലത്തിൻ്റെ ഫെയർ വാല്യൂ 10 ലക്ഷം രൂപയാണ്. അവിടെ 50 സെൻറ്റ് സ്ഥലമുള്ള ഒരാൾ ഒരു 25,001 സ്ക്വയർ ഫീറ്റ് കെട്ടിടം പണിതിട്ടുണ്ടെങ്കിൽ 5 കോടി രൂപയാണ് ആ കെട്ടിടത്തിൻ്റെ ഫെയർ വാല്യൂ. 5 കോടി രൂപ ഫെയർ വാല്യൂ ഉള്ള കെട്ടിടത്തിന് 25,001 സ്ക്വയർ ഫീറ്റ് കെട്ടിടം അതിനകത്തുണ്ടെങ്കിൽ അയാൾ 40% പഴി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ 5 കോടി രൂപ ഫെയർ വാല്യൂ ഉള്ള കെട്ടിടത്തിന് 2,10,00,000 തൊട്ട് മുകളിൽ പെനാൽറ്റി അടിക്കണം. എന്ത് ചെയ്തിട്ട്? വാങ്ങി വായ്പ എടുത്തത് പോലും തിരിച്ചടയ്ക്കാൻ വശമില്ലാതെ കഷ്ടപ്പെടുന്ന കെട്ടിട ഉടമകളും വ്യാപാരികളും ഈ 2 കോടി രൂപ എവിടെ നിന്നുണ്ടാക്കും? എന്തിനുണ്ടാക്കി? 60 വർഷം മുമ്പുള്ള കെട്ടിടമാണെങ്കിൽ ആ കെട്ടിടത്തിന് മുഴുവൻ നികുതിയും കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 10-20 ലക്ഷം രൂപയെങ്കിലും ഉമാർ ഇതിനോടൊപ്പം വാങ്ങിയിട്ടുണ്ട്. അവിടെയാണ് വീണ്ടും ഒരു 2 കോടി രൂപ എടുത്ത് പെനാൽറ്റി അടയ്ക്കണമെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഞങ്ങളുടെ നാട്ടിൽ കള്ളു കുടിച്ച് കഴിയുമ്പോൾ ചേട്ടന്മാർ പറയുന്ന ആ ഭാഷ ഉപയോഗിച്ചാൽ തന്തയില്ലാത്തരമാണ്. കള്ളു കുടിച്ച് കഴിയുമ്പോൾ ചേട്ടന്മാർ പറയുന്ന ഭാഷ, ഇത് സണ്ണി വൈമിൽ പറഞ്ഞ ഭാഷയല്ല. കള്ളൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ദേഷ്യം വരുന്ന ചേട്ടന്മാർ പറയുന്ന ഒരു ഭാഷ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ പദം ഇനി ഞാൻ ആവർത്തിക്കുന്നുമില്ല. അതുകൊണ്ട് പണി നിങ്ങളെ തിരഞ്ഞെടുത്ത ജനങ്ങളോട് കാണിക്കാൻ പാടില്ലാത്തതാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവർ ചോദിച്ചു, നിങ്ങൾ എന്തിനായി തിരുവനന്തപുരത്തേക്ക് ഓടിച്ചാടി സമരവുമായി വരുന്നത്? ഞങ്ങൾ തിരുവനന്തപുരത്തേക്കല്ല ആദ്യം സമരമായി വന്നത്. ഞങ്ങൾ ആദ്യം ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട 6 കേന്ദ്രങ്ങളിൽ സമര പ്രഖ്യാപന ബോധവൽക്കരണ കൺവെൻഷൻ നടത്തി. ആദ്യം ജില്ലയിലെ പ്രധാനപ്പെട്ട 6 കേന്ദ്രങ്ങളിൽ. അതിലൂടെ ഞങ്ങൾ ആളുകളോട് പറഞ്ഞു, ഇപ്പോഴും നമ്മുടെ ആൾക്കാരുടെ ധാരണ എന്നറിയോ? ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന കെട്ടിടങ്ങൾക്ക് പോലും അവരുടെ ധാരണ
തിരുവനന്തപുരം അടക്കമുള്ള 13 മറ്റ് ജില്ലകളിലെയും കെട്ടിട ഉടമകളുടെ ധാരണ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന നിയമമല്ല. കാരണം നമ്മൾ നിയമപരമായ കെട്ടിടം പണിതല്ലേ. ഇത് നമ്പർ കിട്ടാത്ത നിയമവിരുദ്ധമായ ഏതെങ്കിലും കെട്ടിടങ്ങളെ മാത്രമേ ബാധിക്കുമെന്നാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ പോലും ചിലരെങ്കിലും വിശ്വസിച്ചിരിക്കുന്നത്. അതല്ല, ഇത് എല്ലേ പട്ടയത്തിൽ പണിതിട്ടുള്ള മുഴുവൻ കെട്ടിടങ്ങളെയും ബാധിക്കുമെന്ന് ആളുകൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഞങ്ങളൊരു ബോധവൽക്കരണം പോലെ സമരപ്രഖ്യാപന കൺവെൻഷൻ ജില്ലയിലെ 6 കേന്ദ്രങ്ങളിൽ നടത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇടുക്കിയുടെ മന്ത്രി റോഷി അഗസ്റ്റിൻ, ഇടുക്കിയിലെ LDF-ന്റെ പ്രമുഖ കക്ഷി നേതാക്കൾ ഇവരെല്ലാം ഒരുമിച്ചിരുത്തി ചർച്ച നടത്തി. ഞങ്ങളുടെ ആവലാതികൾ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, ഞങ്ങളുടെ സംശയങ്ങൾ എല്ലാം അവരുമായി ചർച്ച ചെയ്തു. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. മന്ത്രി ഒഴികെ മറ്റാരും ഇതിൻ്റെ യഥാർത്ഥ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല. അവർ പറഞ്ഞു 3000 ഒന്നുമല്ല 5000 സ്ക്വയർ ഫീറ്റ് വരെ ഞങ്ങൾ ഒഴിവാക്കി തരും. അത് ആദ്യം 3000 എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇന്നലെ സബ്ജക്റ്റ് കമ്മിറ്റിയിലെ ജയരാജൻ MLA-യുമായി ഞങ്ങൾ കണ്ടു. അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും 3000 മുകളിലേക്ക് ഫ്രീ ആക്കാൻ പറ്റത്തില്ല. 3000 ആക്കിയത് തന്നെ വലിയ കാര്യമായിട്ടാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ പറഞ്ഞു എന്താണ് സ്ക്വയർ ഫീറ്റ് എടുക്കുമ്പോൾ, ഈ ഫെയർ വാല്യൂവിൻ്റെ സ്ക്വയർ ഫീറ്റ് എടുക്കുമ്പോൾ ഞങ്ങളുടെ ജില്ലയിലെ പ്രമുഖ LDF നേതാവ് പറഞ്ഞത് സ്ക്വയർ ഫീറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ പ്ലിന്ത് ഏരിയ, അതായത് തറയുടെ പ്ലിന്ത് ഏരിയ മാത്രമേ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം കാര്യം മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങളിവിടെ വന്ന് സബ്ജക്റ്റ് കമ്മിറ്റിയുടെ നേതാക്കന്മാരും മന്ത്രിമാരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു പ്ലിന്ത് ഏരിയ ഒന്നുമല്ല, എത്ര സ്ക്വയർ ഫീറ്റ് എത്ര നിലയുണ്ടോ അതെല്ലാം നടക്കും, അല്ലെങ്കിൽ പിന്നെ സ്ലാബിന് പ്രസക്തി ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഗ്രഹിക്കാൻ ഈ പറയുന്ന LDF-ന്റെ നേതാക്കന്മാർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മന്ത്രിയുമായി ചർച്ച നടത്തി, LDF നേതാക്കന്മാരുമായി ചർച്ച നടത്തി. പിന്നീട് ഞങ്ങൾ 2 ദിവസം മുൻപ് തിരുവനന്തപുരത്ത് വന്ന് സബ്ജക്റ്റ് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ആളുകളെ കണ്ട് സംസാരിച്ചു. അവർ പറഞ്ഞു നോക്കട്ടെ, പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞു. ആ ഭരണപക്ഷത്തിൻ്റെ ആളുകളെ മാത്രമല്ല, ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ കണ്ടു, രമേശ് ചെന്നിത്തലയെ കണ്ടു, ഏതാനും മന്ത്രിമാരെയും അതിന് പുറമെ ഞങ്ങൾ കണ്ടു. അവരെല്ലാം ഈ മന്ത്രിമാർ പോലും ഇതിനെപ്പറ്റി ശരിക്കും പഠിച്ചിട്ടില്ല. റോഷി അഗസ്റ്റിൻ പഠിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിനെ പ്രതിദാനം ചെയ്യുന്ന ജില്ലയെ ഇത് കഠിനമായി ബാധിക്കുമെന്നുകൊണ്ട് റോഷി അഗസ്റ്റിൻ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇനിയും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സബ്ജക്റ്റ് കമ്മിറ്റി എന്ന് പറയുന്നതൊക്കെ ചുമ്മാ ഒരു ഫോർമാലിറ്റിയാണ്, അത് ഞങ്ങൾക്കും അറിയാം. മുഖ്യമന്ത്രിയുടെ മുൻപിൽ ഒരിക്കൽ കൂടി ഈ ബില്ല് പോയതിന് ശേഷം മാത്രമേ ഇത് ഫൈനലൈസ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. അവിടെയും ഒരു പ്രതീക്ഷ തരുന്നു എന്നല്ലാതെ ഞങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നും ഈ നിയമത്തിൽ കാതലായ മാറ്റം വരും എന്ന് കരുതുന്നില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് മാധ്യമങ്ങളും നമ്മുടെ മറ്റ് 13 ജില്ലകളിലെ നേതാക്കന്മാരും ഇതിൻ്റെ സത്യം ഗ്രഹിച്ച് ഈ വിഷയത്തിൽ ഇടപെടണം. കോടിക്കണക്കിന് രൂപ പണം ഉണ്ടാക്കാൻ വേണ്ടി മലയോര മേഖലയിലെ പശ്ചിമഘട്ട മേഖലയിലെ ആളുകളെ എറിഞ്ഞു കൊടുക്കുന്നത് പൊന്മുട്ടയിടുന്ന താറാവിനെ കണ്ടിച്ച് മുട്ടയെടുക്കുന്നതിന് തുല്യമായിരിക്കും എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഗവൺമെൻറ് ഈ ചട്ടം തിരുത്തണം. നിയമം വന്നുപോയി ഞങ്ങളങ്ങ് അക്സെപ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ ചട്ടം തിരുത്തണം, തിരുത്തിയേ പറ്റത്തുള്ളൂ. തിരുത്താതെ പറ്റത്തില്ല. ചട്ടത്തിൽ തിരുത്തലുകൾ പാടില്ലെങ്കിൽ പുതിയ ചട്ടം കൊണ്ടുവരണം. ഇപ്പോഴും ഗവൺമെൻറ് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഇടുക്കി ജില്ലയിൽ നിർമ്മാണ നിരോധനമാണ്. ആ നിർമ്മാണ നിരോധനം പിൻവലിക്കുന്നില്ലോ, അത് സംബന്ധിച്ചൊന്നും ഈ ചട്ട ഭേദഗതിയിൽ പറയുന്നില്ലല്ലോ എന്നവർ പറഞ്ഞു. അടുത്ത ചട്ടം കൊണ്ടുവരും, പുതിയ ചട്ടം വരും. വരാനിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ ഭീകരമായ ചട്ടമാകാനാണ് സാധ്യത എന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് സമരവുമായി ഇറങ്ങിയിട്ടുള്ളത്. ഇതൊരു സൂചനാ സത്യാഗ്രഹം മാത്രമാണ്. ഞങ്ങൾ സമരം നടത്തിയ പോലീസുകാർക്ക് പോലും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ വളരെ ശാന്തമായിട്ട് സമരം നടത്തുന്നു, പിരിഞ്ഞു പോകുന്നു. അതാണ് ഞങ്ങളുടെ സംസ്കാരം. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമരത്തിന്, ഈ പുതിയ ചട്ട ഭേദഗതിക്കെതിരെ ഇടുക്കി ജില്ലാ കമ്മിറ്റി, ഏകോപന സമിതിയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഏതറ്റം വരെയും പോകാൻ തയ്യാറാകും എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഒപ്പം ഞങ്ങൾ നിയമപരമായ പോരാട്ടത്തിനും പോകുന്നുണ്ട്. കോടതി വഴി ഈ ചട്ട ഭേദഗതിയെ ഞങ്ങൾ ചോദ്യം ചെയ്യും. കോടതി വഴിയുള്ള പോരാട്ടത്തിലും ഇത്തരം ഗവൺമെന്റിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള സമരങ്ങളെയും ഗവൺമെന്റ് മുഖം തിരിക്കുന്നില്ലെങ്കിൽ, ഭേദഗതി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ജീവൻ മരണ പോരാട്ടത്തിലേക്ക് പോലും ഏകോപന സമിതിക്ക് പോകേണ്ടി വരും. അത് ഈ ജില്ലയിൽ മാത്രമല്ല, ഇടുക്കിയിൽ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജില്ലകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികൾക്ക് ഏകോപന സമിതി നേതൃത്വം നൽകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.